വിദൂര ഗ്രാമങ്ങളിലെ നാട്ടുവൈദ്യശാലകളിൽ നിന്ന് ആരംഭിച്ച് ആധുനിക മാർക്കറ്റിംഗിന്റെയും പരസ്യങ്ങളുടെയും ചിറകിലേറി കേരളത്തിലെ ഓരോ വീട്ടിലെയും സൗന്ദര്യ സംരക്ഷണത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ ഒരു സ്ഥാപനമാണ് ധാത്രി. ഡോക്ടർ എസ് സജികുമാറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സ്ഥാപനം ചുരുങ്ങിയ കാലം കൊണ്ട് ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ വിപണിയിൽ തങ്ങളുടേതായ ഒരിടം കണ്ടെത്തി. ധാത്രിയുടെ വളർച്ചയുടെ കഥയെന്നത് വെറും ഒരു ബിസിനസ് വിജയത്തിന്റെ കഥ മാത്രമല്ല, മറിച്ച് ഒരുപാട് വെല്ലുവിളികളും വിവാദങ്ങളും നിയമ പോരാട്ടങ്ങളും നിറഞ്ഞ ഒരു യാത്ര കൂടിയാണ്. തുടക്കത്തിൽ കേരളത്തിലെ സാധാരണക്കാർക്കിടയിൽ ആയുർവേദത്തിനുണ്ടായിരുന്ന വിശ്വാസം മുതലെടുത്താണ് ധാത്രി വളർന്നത്. പാരമ്പര്യത്തിന്റെ പിൻബലമുള്ള ആയുർവേദ ഔഷധങ്ങൾ എന്ന പേരിൽ കമ്പനി അവതരിപ്പിച്ച പല ഉൽപ്പന്നങ്ങളും, പ്രത്യേകിച്ച് കേശ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ, വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടി. സാധാരണക്കാരായ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാകുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചത് ധാത്രിയുടെ ജനപ്രീതി കൂട്ടി. ആയുർവേദത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ലളിതമായ പരസ്യങ്ങൾ മലയാളികളുടെ മനസ്സിൽ വേഗത്തിൽ ഇടം പിടിച്ചു. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ധാത്രിക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്ന ലേബലിൽ വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരുപോലെ വിശ്വാസ്യത നേടിയെടുക്കുക എന്നത് വലിയ ഒരു കാര്യമായിരുന്നു. പരമ്പരാഗത വൈദ്യന്മാരുടെ കൈകളിൽ നിന്ന് ആധുനിക ഫാക്ടറികളിലേക്ക് എത്തിയപ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ നിലനിർത്തുന്നതിൽ കമ്പനി വലിയ ശ്രദ്ധ നൽകി. എന്നാൽ ധാത്രിയുടെ യഥാർത്ഥ വെല്ലുവിളി ആരംഭിക്കുന്നത് അവരുടെ പരസ്യങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾക്കിടയിൽ സംശയങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോഴാണ്. ധാത്രിയുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള പ്രധാന വിവാദം ഉടലെടുക്കുന്നത് അവരുടെ മുടി വളരാനുള്ള ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളെ ചൊല്ലിയാണ്. 6 ആഴ്ച കൊണ്ട് മുടി വളരും എന്ന തരത്തിലുള്ള പരസ്യവാചകങ്ങൾ ധാത്രി വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. മലയാളത്തിലെ പ്രമുഖ നടന്മാരെ വെച്ച് നടത്തിയ ഈ പരസ്യങ്ങൾ സാധാരണക്കാരെ വലിയ രീതിയിൽ ആകർഷിച്ചു. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച പല ഉപഭോക്താക്കൾക്കും അവർ പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ല. ഇത് ഉപഭോക്താക്കൾക്കിടയിൽ വലിയ നിരാശ ഉണ്ടാക്കുകയും പിന്നീടത് വലിയൊരു നിയമപ്രശ്നത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. തൃശൂർ സ്വദേശിയായ ഫ്രാൻസിസ് വടക്കൻ എന്നയാൾ 2012 ധാത്രി ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകി. 6 ആഴ്ച കൊണ്ട് മുടി വളരും എന്ന പരസ്യം കണ്ട് അതിൽ വിശ്വസിച്ച് അദ്ദേഹം ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു. 376 രൂപ മുടക്കി ആദ്യത്തെ പാക്ക് വാങ്ങിയ ഫ്രാൻസിസ് ഫലം ലഭിക്കാത്തതിനെ തുടർന്ന് രണ്ടാമതും ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ചു. എന്നാൽ 7 ആഴ്ച പിന്നിട്ടിട്ടും മുടി വളർച്ചയിൽ ഒരു മാറ്റവും ഉണ്ടായില്ലെന്ന് അദ്ദേഹം പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഈ ഉൽപ്പന്നം ഉപയോഗിച്ചതിലൂടെ തനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഇടയിൽ പരിഹാസപാത്രമായി മാറേണ്ടി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇതേ തുടർന്ന് മാനസിക വിഷമങ്ങൾക്കും സാമ്പത്തിക നഷ്ടത്തിനും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്രാൻസിസ് വടക്കൻ കമ്മീഷനെ സമീപിച്ചു. ഈ കേസ് ധാത്രിയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി മാറി. ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതിന് ധാത്രിക്ക് പിഴ ചുമത്താൻ ഉപഭോക്തൃ കോടതി തീരുമാനിച്ചു. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ ഉപരി പരസ്യങ്ങളിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെക്കുറിച്ചാണ് കോടതി പ്രധാനമായും പരിശോധിച്ചത്. ഈ കേസിന്റെ വിധിപ്രകാരം ധാത്രിയും അവരുടെ പരസ്യത്തിൽ അഭിനയിച്ച നടൻ അനൂപ് മേനോനും ഫ്രാൻസിസ് വടക്കന് 10,000 രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടു. നടന്മാർ പരസ്യങ്ങളിൽ അഭിനയിക്കുമ്പോൾ അതിലെ വാഗ്ദാനങ്ങൾ സത്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ അവർക്ക് ബാധ്യതയുണ്ടെന്ന് ഈ വിധിയിലൂടെ കോടതി വ്യക്തമാക്കി. ഈ വിധി ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. ഈ സംഭവത്തിന് ശേഷം ധാത്രിയുടെ പരസ്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു. മുടി വളരും എന്ന തരത്തിലുള്ള ഉറപ്പുകൾ നൽകുന്ന പരസ്യവാചകങ്ങളിൽ നിന്ന് മാറി മുടി സംരക്ഷണം, മുടി കൊഴിച്ചിൽ തടയുന്നു തുടങ്ങിയ കുറച്ചുകൂടി പൊതുവായ വാഗ്ദാനങ്ങളിലേക്ക് അവർ ശ്രദ്ധ മാറ്റി. എങ്കിലും ഈ വിവാദം കമ്പനിയുടെ വിശ്വാസ്യതയ്ക്ക് ഒരു പരിധിവരെ കോട്ടം വരുത്തി. ഇത്തരം നിയമപ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു കമ്പനി അതിനെ എങ്ങനെയാണ് നേരിടുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ധാത്രി ഈ വിഷയത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചു. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ആയുർവേദ ശാസ്ത്രം അനുസരിച്ച് നിർമ്മിച്ചതാണെന്നും എല്ലാ ഉൽപ്പന്നങ്ങളും കർശനമായ ഗുണമേന്മ പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ടെന്നും കമ്പനി വാദിച്ചു. ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രി ഓഫ് ഇന്ത്യയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഉപഭോക്തൃ കോടതിയുടെ വിധി പരസ്യത്തിലെ വാഗ്ദാനങ്ങൾ ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന നിലപാടിലായിരുന്നു. ധാത്രിയുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റും ഉയർന്നു വരാറുണ്ട്. മുടി വളരുന്നില്ല എന്ന പരാതികൾക്കൊപ്പം ചില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിനു ശേഷം ചർമ്മത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും മുടി കൊഴിച്ചിൽ കൂടിയെന്നും ചില ഉപഭോക്താക്കൾ പരാതിപ്പെട്ടിട്ടുണ്ട്. ഈ പരാതികൾക്ക് കൃത്യമായ ശാസ്ത്രീയപരമായ തെളിവുകൾ ഇല്ലെങ്കിൽ പോലും ഉപഭോക്താക്കൾക്കിടയിൽ ഇതൊരുതരം ആശങ്ക സൃഷ്ടിച്ചു. ആയുർവേദ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ഒരു ചർച്ചയ്ക്കും ഈ സംഭവങ്ങൾ വഴിയൊരുക്കി. ആയുർവേദം എന്ന പാരമ്പര്യ വൈദ്യശാസ്ത്രത്തെ ആധുനിക വാണിജ്യവൽക്കരണത്തിന് വിധേയമാക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു ഈ ചർച്ചകൾ. പരമ്പരാഗതമായ ആയുർവേദ ചികിത്സ വ്യക്തിഗതമാണ്. ഓരോ വ്യക്തിയുടെയും ശരീരപ്രകൃതി അനുസരിച്ചാണ് ഔഷധങ്ങൾ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ധാത്രി പോലുള്ള കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാ വ്യക്തികൾക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്.
ഈ വ്യത്യാസമാണ് പലപ്പോഴും ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര ഫലം നൽകാത്തതിന്റെ ഒരു കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ധാത്രിയുടെ നിയമപരമായ പ്രശ്നങ്ങൾ പരസ്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ചിലപ്പോൾ വ്യാജ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട കേസുകളിലും അവർക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഒരു ബ്രാൻഡ് വളരുമ്പോൾ അതിന്റെ വ്യാജ പതിപ്പുകളും വിപണിയിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ധാത്രിയുടെ ഉൽപ്പന്നങ്ങളുടെ വ്യാജ പതിപ്പുകൾ വിപണിയിൽ വ്യാപകമായപ്പോൾ അത് തടയാൻ കമ്പനിക്ക് നിയമപരമായി ഇടപെടേണ്ടി വന്നു. തങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ പേരും ലോഗോയും ഉപയോഗിച്ച് വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരം നിയമ പോരാട്ടങ്ങൾ ഒരു ബ്രാൻഡിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിന് അനിവാര്യമാണ്. ധാത്രിയുടെ വളർച്ചയുടെ മറ്റൊരു പ്രധാന ഘട്ടം അവരുടെ ആശുപത്രി ശൃംഖലയുടെ വികാസമാണ്. ധാത്രി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെന്റർ പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ ചികിത്സാ രംഗത്തേക്കും അവർ കടന്നുവന്നു. ഇത്തരം ആശുപത്രികൾക്ക് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ അംഗീകാരം ലഭിച്ചത് അവരുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഇത് ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങൾക്കിടയിലും ആയുർവേദ ചികിത്സാ രംഗത്ത് നല്ല നിലവാരം പുലർത്താൻ ധാത്രി ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. COVID-19 മഹാമാരിയുടെ കാലഘട്ടത്തിലും ധാത്രിയുടെ പ്രവർത്തനം ശ്രദ്ധേയമായിരുന്നു. ഈ സമയത്ത് ആയുർവേദ ഔഷധങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു. ആയുഷ് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ കോവിഡ് ചികിത്സയ്ക്കുള്ള ആയുഷ് 64 ടാബ്ലറ്റുകൾ നിർമ്മിക്കാനുള്ള അനുമതി ധാത്രിക്ക് ലഭിച്ചു. സന്ധിവേദന, പേശിവേദന തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ആയുഷ് SG ടാബ്ലറ്റുകളും ധാത്രി വിപണിയിലെത്തിച്ചു. ആയുർവേദത്തിന്റെ ശാസ്ത്രീയമായ വശങ്ങളെ അംഗീകരിച്ച് സർക്കാർ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണിത്. ധാത്രിയുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എപ്പോഴും ചർച്ചാ വിഷയമായിട്ടുണ്ട്. പ്രമുഖ നടന്മാരെയും സെലിബ്രിറ്റികളെയും ഉപയോഗിച്ച് വലിയ പരസ്യ പ്രചാരണങ്ങൾ നടത്തുന്നത് ധാത്രിയുടെ വിജയത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. എന്നാൽ ഇത് ചിലപ്പോഴൊക്കെ വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഒരു ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംസാരിക്കാൻ സെലിബ്രിറ്റികൾക്ക് എത്രത്തോളം അധികാരമുണ്ട് എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. ഉപഭോക്തൃ കോടതിയുടെ അനൂപ് മേനോൻ കേസ് ഇതിന് ഒരു ഉദാഹരണമാണ്. ഇത്രയധികം വിവാദങ്ങളും വെല്ലുവിളികളും നേരിട്ടിട്ടും ധാത്രി എന്ന ബ്രാൻഡ് ഇപ്പോഴും വിപണിയിൽ ശക്തമായി നിലനിൽക്കുന്നു. ഇത് അവരുടെ ബിസിനസ് തന്ത്രങ്ങളുടെ വിജയത്തെയാണ് കാണിക്കുന്നത്. പരമ്പരാഗതമായ ആയുർവേദത്തെ ആധുനിക മാർക്കറ്റിംഗുമായി സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു. അതേസമയം ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയിലും പരസ്യങ്ങളിലെ സത്യസന്ധതയിലും കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് ഉപഭോക്തൃ സമൂഹം അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ധാത്രിയുടെ യാത്ര എന്നത് വെറും ഒരു കമ്പനിയുടെ കഥയല്ല, മറിച്ചൊരു നൂതനമായ ബിസിനസ് ആശയവും ഉപഭോക്തൃ പ്രതീക്ഷകളും നിയമപരമായ ഉത്തരവാദിത്തങ്ങളും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തിന്റെ കഥ കൂടിയാണ്. ഒരു ബ്രാൻഡ് എന്ന നിലയിൽ തങ്ങൾ നേരിട്ട നിയമപരമായ വെല്ലുവിളികൾ പരസ്യങ്ങളിലെ സത്യസന്ധത ഉറപ്പുവരുത്താൻ അവരെ നിർബന്ധിതരാക്കി. ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുതാര്യവും വിശ്വസനീയവുമായ ഉൽപ്പന്നങ്ങൾ നൽകാൻ അവർക്ക് ബാധ്യതയുണ്ടെന്ന് ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഭാവിയിൽ ഉപഭോക്താക്കളുടെ പ്രതീക്ഷകൾ പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തത്തോടെയുള്ള ഒരു ബിസിനസ് മാതൃകയായി മാറാൻ ധാത്രിക്ക് കഴിയുമോ എന്നതാണ് ഇനി കാണേണ്ടത്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.